അങ്ങനെ ഇന്ത്യൻ അണ്ടർ-23 ടീമിന് ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിലും നമ്മുടെ മാച്ച് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അണ്ടർ-23 ടീമിന് എല്ലാ ഇന്റർനാഷണൽ ബ്രേക്കിലും മാച്ചസ് കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പ്രാവശ്യത്തെ ഇന്റർനാഷണൽ ബ്രേക്കിലും നമുക്കൊരു മാച്ചസ് കിട്ടിയിട്ടുണ്ട്. അതും ഇന്തോനേഷ്യ അല്ല, തായ്ലാൻഡിനെതിരെയാണ്. 15-ാം തീയതിയാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു 25 അംഗ സ്കോഡ് ഇപ്പോൾ നൗഷാദ് മൂസ, നമ്മുടെ കോച്ചായിട്ടുള്ള അണ്ടർ-23 കോച്ചായിട്ടുള്ള നൗഷാദ് മൂസ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പുതുമുഖ താരങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ നിരാശ നൽകിയിട്ടുള്ളത് നമ്മൾ 2 സുഹൈൽമാരും, അത് നമ്മൾ ക്വാളിഫയർ റൗണ്ട് മത്സരത്തിൽ മികച്ച പഠനം കാഴ്ചവെച്ച 2 സുഹൈൽമാരും ഈ ഒരു സ്ക്വാഡിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം അതൊരു നെഗറ്റീവ് ആണെങ്കിൽ പോലും ഒരു പുതിയ ട്രൈ ചെയ്യാൻ വേണ്ടി പുതിയ പ്ലേയേഴ്സിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് ഇവരെ ലിസ്റ്റ് ഉൾപ്പെടുത്താത്തത് നമ്മൾ സീനിയർ ടീമിലെ കോളപ്പിൽ ഉണ്ടാവും എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സീനിയർ ടീമിലെ കോളപ്പ് വന്ന സമയത്ത് അതിലും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ സീനിയർ ടീമിൻ്റെ കാര്യം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. നമുക്കറിയാം ഫാൻസിനൊന്നും അത്ര ഇൻട്രസ്റ്റിംഗ് ഇല്ല നമ്മുടെ സീനിയർ ടീമിൻ്റെ കാലം. വളരെ പരിതാപകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ സീനിയർ ടീമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് AFC ഏഷ്യൻ കപ്പ് അടുത്ത പ്രാവശ്യം AFC ഏഷ്യൻ കപ്പിലേക്ക് ക്വാളിഫയർ ആകുക പോലുള്ള സംശയമാണ്. ചാൻസ് വളരെ വിദൂരമാണ്, ചാൻസ് ഇല്ല എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എനിക്കിപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അണ്ടർ-23 ടീമിൻ്റെ പ്ലേയിങ് ആണ്. നമ്മൾ ഇന്തോനേഷ്യക്കെതിരെ നമ്മൾ കളിച്ചിട്ടുണ്ടായ അണ്ടർ-23 ടീം നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞ ഒരു കളി വിജയം ഒരു കളി സമനിലയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ സീനിയർ ടീമാണ് ഇപ്പോൾ ഇന്തോനേഷ്യക്കെതിരെ കളിക്കുന്നതെങ്കിൽ 100% ഉറപ്പ് പരാജയപ്പെടും എന്നുള്ളത്. അപ്പോൾ ഏതായാലും ഈ ഒരു അണ്ടർ-23 ടീമിൽ നമുക്ക് കുറച്ച് പ്രതീക്ഷ ഉള്ള ടീം തന്നെയാണ്. അപ്പോൾ നമുക്ക് കണ്ടറിയേണ്ടി വരും എങ്ങനെയാണ് ഈ ഒരു തായ്ലാൻഡിനെതിരെ അണ്ടർ-23 ടീം കളിക്കുക എന്നുള്ളത്. വിജയത്തിൽ കൊണ്ടുവന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു ടീമിൽ നിന്ന്.